ശരിക്കും പറഞ്ഞാൽ 2022 ഇത്തരത്തിലൊരു തീരുമാനം കേരളത്തിലെ മന്ത്രിസഭ എടുക്കുകയും അത് DGPക്ക് താഴേക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത സമയത്ത് തന്നെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു. അന്ന് ചർച്ച ചെയ്താണ്, നമ്മൾ പല ചർച്ചകളിലും വന്നതാണ്. അതായത് CA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹപ്രവർത്തകരായ SDP-ക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരെ കേസിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടും രൂപീകരിച്ച ഒന്നാണ്. പക്ഷേ ഈ ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ വിഷയവും അവരുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് രണ്ട് വിഷയവും ഒന്നിച്ചാണ് ഈ മന്ത്രിസഭ എടുത്ത തീരുമാനത്തിൽ നടപ്പാക്കാനായിട്ട് DGP അറിയിക്കുകയും അത് താഴെത്തട്ടിലേക്കൊക്കെ പോവുകയും ചെയ്തത്. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഈ മന്ത്രിസഭയുടെ തീരുമാനം കറക്റ്റാണ്, രണ്ടും കൂടെ ചേർന്ന് വേണം എന്ന് തീരുമാനിച്ചുവെങ്കിലും പിന്നീട് നടന്ന ഈ DGPയുടെ ഭാഗത്തു നിന്ന് താഴേക്ക് കളക്ടർക്കും SP-മാർക്കും ഒക്കെ കൊടുത്ത നിർദ്ദേശങ്ങളൊന്നും തന്നെ ഈ ശബരിമലയുടെ വിഷയം ഉണ്ടായിരുന്നതേ ഇല്ല. അത് നമ്മൾ പിന്നീട് ഈ ഞങ്ങളുടെയൊക്കെ പേരിലുള്ള കേസുകൾ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് കേസുകളുണ്ട്. ആ കേസുകൾ സംബന്ധിച്ച് നമ്മൾ ഹൈക്കോടതിയിലൊക്കെ പോയപ്പോൾ ഈ വിഷയമായിട്ട് ചെന്നപ്പോഴാണ് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്. ശബരിമലയുടെ വിഷയത്തിൽ അതല്ല മജിസ്ട്രേറ്റ് കോടതികളിലൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്തു പല കേസുകൾ. ഈ തീരുമാനം ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ട് കേസ് പിൻവലിക്കപ്പെട്ടിട്ട് കാണും, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോഴാണ് ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പിൻവലിക്കാനായിട്ട് തീരുമാനമൊന്നും ആയിട്ടില്ല, അതിന് നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് നമുക്ക് കേരളത്തിലെ പല കോടതികളിൽ നിന്നും ഹൈക്കോടതി ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതേസമയം ഈ CA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരുടെ കേസ് അപ്പോൾ തന്നെ നമുക്കറിയാം, എൻ്റെ അറിവിലൊരു 700 കേസെങ്കിലും കഴിഞ്ഞ ഈ ദിവസങ്ങൾക്കുള്ളിൽ, ഇന്നലെയാണല്ലോ പുതിയൊരു തീരുമാനം വന്നത്, അതിന് മുമ്പ് തന്നെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത് അവിടെ കാണേണ്ട ഒരു വിഷയം, ഈ ശബരിമല വിഷയത്തിൽ നമ്മൾ കുറച്ച് അന്വേഷണം നടത്തി എങ്ങനെയാണ് കേസ് പിൻവലിക്കുക എന്നൊക്കെ. ആ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു കാര്യം, ഈ വളരെ എന്താ പറയുക ക്രൂരമായ ക്രിമിനൽ കേസുകൾ ഒക്കെയാണ് പിൻവലിക്കാതെ, ബാക്കി കേസുകളൊക്കെ പിൻവലിക്കും എന്ന് പറഞ്ഞപ്പോൾ CA വിരുദ്ധ സമരത്തിൽ നമ്മൾ കാണുന്നത് പൊതുവെ വ്യാപകമായിട്ട് എല്ലാ തരത്തിലുള്ള കേസും പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇന്നലെ പ്രത്യേക ഒരു ഉത്തരവ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉത്തരവ് മുൻപ് തന്നെ നിലവിലുണ്ട്, അതനുസരിച്ച് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ട്. 2022 ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 26 എന്നാണ് എൻ്റെ ഓർമ്മ, ഈ ഒരു ഉത്തരവ് വന്നത്. അതിനുശേഷം ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ താഴെ അറ്റത്ത് വരെ ഈ CA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടക്കുമ്പോൾ ശബരിമല വിഷയത്തിൽ പങ്കെടുത്തവരെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ എന്തുകൊണ്ടാണ് വീണ്ടും അത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ വളരെ വ്യക്തമായൊരു കാര്യമാണ്. കാരണം സർക്കാർ ആരുടെ പക്ഷമാണെന്ന് പൊതുസമൂഹത്തിനെ, പ്രത്യേകിച്ചും ഈ SDP ഒക്കെ സംവിധാനം അവരുടെ ഭാഗങ്ങളിലുള്ളവരെ, അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. നമുക്കറിയാം ഇടതുപക്ഷം അതുപോലെ തന്നെ തീവ്രവാദികളോടൊപ്പം ചേർന്ന് എത്രയോ വിചിത്രമായ അക്രമങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് SFI-ക്കാരായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരായാലും നിരന്തരമായ അക്രമം അഴിച്ചുവിടുന്നതൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രചോദനം നൽകുന്ന ഒരു സംഘടനയുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കൂ എന്നുള്ള ലേബല് കൊണ്ടുവന്നുകൊണ്ട് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു കൂടുതലും ഈ സംഘടനയിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് കൊണ്ട് അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്നുള്ളതിൽ കണ്ടുകൊണ്ട് ആണ്. അതല്ലെങ്കിൽ ഇന്നലത്തെ ഈ ഒരു നിർദ്ദേശത്തിന് പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ല, അതിന് പ്രത്യേകിച്ച് ഒരു ഗുണവും പ്രത്യേകിച്ചില്ല. കാരണം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ഞങ്ങൾ ആരോടൊപ്പമാണ് എന്ന് പറയുകയും അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഹിന്ദു സമൂഹത്തോടെ, പ്രത്യേകിച്ച് ക്ഷേത്രവിശ്വാസികളോട്, അയ്യപ്പ ഭക്തരോടുള്ള ഒരു വെല്ലുവിളിയും കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം ഈ വെല്ലുവിളി ഏറ്റെടുക്കണം, അതിശക്തമായ രീതിയിൽ ഇതിനെ പ്രതിഷേധിക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഇലക്ഷനാണ് വരുന്നത്, അതിൽ കൃത്യമായ ചില നടപടികളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.